ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2021 SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ 2021 ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളതും അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളതും നമുക്കിപ്പോൾ നോക്കാം. 1 asked to say a natural number less than 10. ഒരാളോട് 10ൽ കുറവായ ഒരു എണ്ണൽ സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ആൻ ഓഡ് നമ്പർ, ഒരു ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ, ഇരട്ട സംഖ്യ ആകാതിരിക്കാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ആകെ സംഖ്യകൾ 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പെടുമോ? 10ന് തുല്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടം വരെ ഉണ്ടാവുള്ളൂ? 9 വരെ ഉണ്ടാവുള്ളൂ. ഇനി ഓഡ് നമ്പർ ഇതിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 5/9 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇരട്ട സംഖ്യ ആകാതിരിക്കാനുള്ള സാധ്യത വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ. ഇരട്ട സംഖ്യ അല്ലെങ്കിൽ പിന്നെ അത് എന്ത് സംഖ്യയാണ്? ഒറ്റ സംഖ്യയാണ്. അത് ഇത് തന്നെയാണ്. ഓക്കെ. ഇരട്ട സംഖ്യ ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇരട്ട സംഖ്യ അല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതും 5/9. ABCD is a rectangle. P is the midpoint of CD. P എന്ന് പറയുന്നത് CD-യുടെ മധ്യബിന്ദുവാണ്. If we put a dot in the figure without looking into it, ABCD ഒരു ചതുരമാണ്. CD-യുടെ മധ്യബിന്ദുവാണ് P. കണ്ണടച്ച് ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഇൻസൈഡ് ദ ട്രയാങ്കിൾ APB. APB എന്ന ത്രികോണത്തിലാകാനുള്ള സാധ്യത എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഇൻസൈഡ് ദ ട്രയാങ്കിൾ ADP. ADP എന്ന ത്രികോണത്തിലാകാനുള്ള സാധ്യത എന്താണ്? ഓക്കെ. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ആദ്യം നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നോക്കാം. അത് L/B ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി. ഇനി ട്രയാങ്കിൾ APB, ത്രികോണ APBയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 BH ആണ്. ഇതാണ് APB ട്ടോ. ഓക്കെ. ബേസ് എന്ന് പറയുന്നത് AB ആണ്, അത് ലെങ്ത് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. അത് ബ്രെഡ്ത്തിന് ഈക്വൽ അല്ലേ? അപ്പോൾ എന്ത് വരും? 1/2 BH എന്ത് വരും? 1/2 × L/B അഥവാ LB/2. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണോ അതിൻ്റെ പകുതിയാണ് നമ്മളുടെ ത്രികോണത്തിൻ്റെ ഏരിയ. അപ്പോൾ പ്രോബബിലിറ്റിയും പകുതിയായിരിക്കും. LB/2 / LB എന്നാണ്. റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഉണ്ടാവും. അപ്പോൾ ഈ LBയുടെ താഴെ 1 ഉണ്ട്. LB/2 × 1/LB എന്ന് വരും. LB വെട്ടി പോവും. 1/2. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. ത്രികോണം റെക്റ്റാങ്കിളിൻ്റെ പകുതി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 1/2 ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കിയതാ ഇവിടെ നിന്ന് ഇങ്ങനെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഞാനിതിനെ 2 ആക്കിയിട്ട് ഭാഗിച്ചു. മിഡ് പോയിന്റ് ആകുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും സെയിം ആവും. ഈ രണ്ട് ചതുരങ്ങൾ സെയിം ആവും. ഏരിയ കറക്റ്റായിട്ട് ഈക്വൽ ആയില്ലേ? അപ്പോൾ ട്രയാങ്കിളും അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഐസോസിലസ് ആണ്. അത് സെൻറ്റർ കൂടെ വരക്കുമ്പോൾ അതും ഈക്വൽ ആവും. ഓക്കെ. അപ്പോൾ 1 ത്രികോണം, 2 ത്രികോണം, 3 ത്രികോണം, 4 ത്രികോണം. അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടിയും ചേരുന്നതാണ് APB. അപ്പോൾ 2/4 അഥവാ 1/2 കണ്ടോ? ഇനി രണ്ടാമത്തെ ചോദ്യം ADP ഇതാണ്. ഓക്കെ. ഞാൻ 4 ആക്കി തിരിച്ചല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ വരാനുള്ള സാധ്യതയാണ് ഉപയോഗിച്ചത്. അപ്പോൾ 1/4 കണ്ടോ? 1/4. ADPയിൽ വരാനുള്ള സാധ്യത എത്രയാണ്? 1/4. 4 ത്രികോണങ്ങളല്ല ആവുക. അപ്പോൾ 1/4 ആവും. മനസ്സിലായില്ലേ? സെൻറ്ററിൽ വരയ്ക്കുക. അത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യണം. അതിന് ഞാൻ ആ മെത്തേഡ് എങ്ങനെ കാണുന്ന മെത്തേഡ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. മിഡ് പോയിന്റ് ആയതുകൊണ്ട് നേരെ വരച്ച് കഴിഞ്ഞാൽ കിട്ടും. 1, 2, 3, 4. മൊത്തം 4 ത്രികോണുണ്ട്. ഫസ്റ്റ് ഇത് 2 എണ്ണത്തിൽ വരാനായിരുന്നു. അപ്പോൾ 2 ഉണ്ട്. അപ്പോൾ 2/4 1/2 ആവും. പിന്നെ ഈ 4ാമത്തെ ത്രികോണത്തിൽ വരാനുള്ളതാണ്. അത് ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ 1/4 കണ്ടോ?
പ്രോബബിലിറ്റി 1/4. ഇത് ADPയുടെ പരപ്പളവാണ് കേട്ടോ, 4/1 എന്ന് പറയുന്നത്. ഇനി 1 is asked to say a 2-digit number. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീങ് സെയിം? ഇതിൽ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ട്വൈസ് ദ സെക്കൻഡ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാകാനുള്ള സാധ്യത. അപ്പോൾ ഒരാളോട് 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ആകെ എത്ര 2 അക്ക സംഖ്യകളുണ്ട്? അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അഥവാ ആദ്യം എത്ര 2 ഡിജിറ്റ് നമ്പറുകളുണ്ട്? 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ നിന്നാണ്. 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 99ൽ അവസാനിക്കും. ശരിക്കും 1 തൊട്ട് 100 വരെ ടോട്ടൽ 100 നമ്പറുകളുണ്ട്. അതിൽ 1 മുതൽ 9 വരെ ഒരു ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ 9 എണ്ണം പോയി. 100ന് 3 ഡിജിറ്റാണ്. അപ്പോൾ 100ഉം 2 അക്ക സംഖ്യയിൽ പെടില്ല. ഇവിടെ 9 എണ്ണം, ഇവിടെ 1. അപ്പോൾ 9 1 മൊത്തം 10 എണ്ണം പോയി. ബാക്കി 90 നമ്പർ ഉണ്ടാവും. അപ്പോൾ 10 മുതൽ 99 വരെ എത്ര നമ്പർ ഉണ്ടാവും? 90 നമ്പർ ഉണ്ടാവും. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ. ആകെ 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. ഇനി ഫസ്റ്റത്തെ ചോദ്യം, ഇതിൽ 2 അക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത. അപ്പോൾ 2 ഡിജിറ്റുകളും സെയിം ആയിട്ട് വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 11, 22, 33, 44, 55, 66, 77, 88, 99. എത്ര ഉണ്ട് നോക്കി? 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പോൾ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9/90. ഇതിനെ ചെറുതാക്കിയാണ് 1/10 കേട്ടോ. 9നെ 9 കട്ട് ചെയ്താൽ 9 9. 90ന് 9 കട്ട് ചെയ്യുമ്പോൾ 10 9 90 അപ്പോൾ 1/10 എന്ന് കിട്ടും. ഓക്കെ, അതതിനെ കട്ട് ചെയ്താണ്. ഇനി രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീങ് ട്വൈസ് ദ സെക്കൻഡ്? ആദ്യത്തത് രണ്ടാമത്തേൻ്റെ ഇരട്ടിയാവണം. അപ്പോൾ ഈ 11 12 അതിലൊന്നും വരില്ല. കാരണം ആദ്യത്തത് രണ്ടാമത്തതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 12 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സംഖ്യ 1 ആണല്ലോ. 1 എന്തിൻ്റെങ്കിലും ഇരട്ടിയാണോ? അല്ലല്ലോ. ആദ്യത്തത് രണ്ടാമത്തേൻ്റെ ഇരട്ടിയാവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2ൻ്റെ ഇരട്ടി 4 ആണ് അല്ലേ? അപ്പോൾ 42 ശരിക്കും വേണ്ടി. അതുകൊണ്ട് 1 1ൻ്റെ ഇരട്ടിയല്ല. അതുകൊണ്ടാണ് 10ൽ 1 പെടാത്തത്. 2 എന്ന് പറയുന്നത് 1ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 21. 3 1ൻ്റെ ഇരട്ടിയല്ല, 4 വരും. അപ്പം 42. 5 എന്തിൻ്റെങ്കിലും ഇരട്ടിയാണ്? ഏതെങ്കിലും സംഖ്യയുടെ ഇരട്ടിയാണോ 5 എന്ന് പറയുന്നത്? ഏതെങ്കിലും ഡിജിറ്റിൻ്റെ അല്ല. അപ്പോൾ 6ൽ ഉണ്ടാവും 63. 7 1ൻ്റെയും ഇരട്ടിയല്ല. അപ്പം 8ൽ ഉണ്ടാവും, 84ൽ ഉണ്ടാവും, 80ൽ ഉണ്ടാവും. പിന്നെ 90. 90ൽ 9 1ൻ്റെ ഇരട്ടിയല്ല. അതുകൊണ്ട് അതും ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെയൊക്കെ നോക്കിയാൽ ഫസ്റ്റത്തത് രണ്ടാമത്തേൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞു. 1ൻ്റെ ഇരട്ടിയാണ് 2, 2ൻ്റെ ഇരട്ടിയാണ് 4, 3ൻ്റെ ഇരട്ടിയാണ് 6, 4ൻ്റെ ഇരട്ടിയാണ് 8. അപ്പോൾ നമ്മളുടെ നമ്പർ അതിൽ എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ 4/90. ഓക്കെ, ഇതിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ 2/45 എന്ന് കിട്ടും. കണ്ട, 2/45 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2021 നമ്മളുടെ ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ചാപ്റ്ററാണ്. 2-3 ചോദ്യം, ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ആൻഡ് സീ യു സൂൺ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.